ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് റൈസ് കുക്കറിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ നമ്മൾ റൈസ് കുക്കറിൽ വെക്കുന്ന ആ ഒരു കലം ഉണ്ടല്ലോ, ആ സ്റ്റീൽ കലത്തിൽ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ബൗളിന് 2 ബൗൾ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 4 ബൗൾ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 ഗ്ലാസ് അരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം തന്നെ നമ്മൾ ഈ ഒരു അടുപ്പത്ത് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു അടുപ്പത്ത് നമുക്ക് പാനിൽ കുറച്ച് സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ സവാളയും അതിലേക്കുള്ള മസാലകളൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ വെള്ളം മറ്റേ അടുപ്പത്ത് തിളക്കൂട്ടോ. ഇതിലേക്ക് 2 കഷ്ണം പട്ട, അതുപോലെ തന്നെ ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പൂ ഇതും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്, ഇത്രയും മസാല മാത്രമേ ചേർക്കണുള്ളൂ. ഇനി ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് അത് കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ബൗൾ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 കിലോ അരി ഏകദേശം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 ഗ്ലാസ്സാണ്, അല്ലെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് വെള്ളം വെക്കേണ്ടത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ കളർ ആക്കേണ്ട ആവശ്യമില്ല. കളർ മാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറ് വെള്ളമായിട്ട് നമുക്ക് കിട്ടൂല കേട്ടോ. നെയ്ച്ചോറിന് ചെറുതായിട്ടൊരു കളർ ചേഞ്ച് വരും. അതുകൊണ്ട് തന്നെ ഉള്ളി ഒരുപാട് മൊരിയിച്ചെടുക്കരുത്. സവാള പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കലത്തിൽ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു പാനിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുത്തത്. നിങ്ങൾക്ക് കലത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ആ ഒരു സവാളയൊക്കെ മൂപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരി ഞാനൊരു 20 മിനിറ്റോളം ഒന്ന് കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. ഏത് അരിയിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ബസ്മതി ആണെങ്കിലും ജീരകശാലയാണെങ്കിലും ഏത് അരിയിലും ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അത് കഴുകി വാരി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വാർത്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് കൂടുതൽ സമയം നമുക്ക് ഗ്യാസ് ഓണാക്കി വെക്കേണ്ട ആവശ്യമില്ല. അരി ഇട്ട് നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിത് തെർമൽ കുക്കറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാവും, പക്ഷേ എല്ലാവർക്കും പേടി ഉണ്ടാവും ഇങ്ങനെ കട്ടയായിട്ട് പോകുമോ എന്നൊക്കെ ഉള്ളത്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വെറും 1/2 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് വെന്ത് കിട്ടും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന സമയത്ത് തുറന്നിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 1/2 മണിക്കൂറിന് ശേഷം ഞാൻ തുറന്നിട്ട് ഒന്ന് കാണിക്കുകയാണ് കേട്ടോ. നമ്മൾ കഴിക്കാനായിട്ട് തുറക്കല്ല. അപ്പോൾ നമുക്ക് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് മൂപ്പിച്ചെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കരിവേപ്പിലയും ഒക്കെ കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ക്യാരറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സാധാരണ നിങ്ങൾ നെയ്ച്ചോറിലേക്ക് എന്തൊക്കെ ചേർക്കണോ അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ബിരിയാണിയിലേക്ക് റൈസ് ഉണ്ടാക്കാനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ചിക്കനോ ബീഫൊക്കെ മസാല ഉണ്ടാക്കിയിട്ട് റൈസ് ഈ ഒരു രീതിയിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. 1/2 മണിക്കൂർ മാത്രം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.